വരുന്നടാ. എന്റെ ഹെൽമെറ്റ് ഇവിടെ എങ്ങനെ ഉണ്ടാ? ഇവിടെ നീ ഇന്നലെ ഓഫീസ് വെച്ചിട്ടില്ല ഒന്ന്. വല്ലാത്ത പണികളാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. അമ്മാവനാണെങ്കിൽ പോയിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഇതിപ്പോ എടുത്തു തരാൻ ആളുമില്ല. ഓരോ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമിതൊക്കെയാ. എന്ത് പറ്റിയടാ? അവളും അമ്മയും കൂടെ അവൾ അച്ഛൻ്റെ അടുത്തോട്ട് പോയി. പുള്ളിക്ക് വലിവ് തുടങ്ങി. പുള്ളിയുടെ വലിവൊക്കെ ഉണ്ടല്ലോ. ഈ വണ്ടി കിട്ടിയാൽ ഞാൻ എന്നോ രക്ഷപ്പെട്ടു തന്നെ. ഇത് മൈലേജ് ആയിരിക്കടാ. ഇത് അടയ്ക്കണോ? വരുമോ ഇപ്പൊ? പോയില്ല, പോവാൻ പോണ്. അടുക്കള വലിയൊക്കെ അമ്മക്കാ. പിന്നെ അമ്മ ഉണ്ടല്ലോ സഹായത്തിന്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. രാവിലെ ചായ ഇട്ട് കൊടുത്താണ്. എന്തായി ചർച്ചയൊക്കെ? എന്തിനാ വിളിച്ചേ? അതൊന്നുമില്ലടാ. അവിടെ റോഡ് സൈഡിലുള്ള 5 സെന്റ് സ്ഥലം ഉണ്ടല്ലോ എൻ്റെ. ഞാൻ വയസ്സിന്റെ പിറ്റേ കാലം തങ്കത്തിന് കൊടുക്കാന്ന് പറഞ്ഞു വെച്ച സ്ഥലേ, അതൊന്ന് ഇപ്പൊ റേഷ് ചെയ്ത് കൊടുക്കുമോന്ന് ചോദിക്കാ. എന്താ അവർക്കൊരു 3 ലക്ഷം ഉറുപ്പിയുടെ ആവശ്യമുണ്ട്. അതിപ്പോ പെട്ടെന്ന് എവിടെ നിന്നും കിട്ടൂല. 3 ലക്ഷം എന്താ അൻസാർ എന്തോ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞോ? 3 ലക്ഷം ഇപ്പം മുടക്കിയ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ 10 ലക്ഷം ഉറുപ്പ് കിട്ടുന്ന എന്തൊക്കെ പറഞ്ഞോട്ടെ. അത് ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ എന്തോ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉപ്പ് വെച്ച് കിട്ടുന്ന എന്തൊക്കെ പറഞ്ഞു. തലയൊക്കെ നിറച്ചില്ലേ? എന്നും പത്രം വായിക്കുന്നല്ലേ? ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പോയി എടുത്ത് ആടണോ? അത് ഞാൻ ചോദിച്ചു. അത് അപ്പൊ എന്തോ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്, തട്ടിപ്പല്ല, അവനും കൂടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് ഗുണമുള്ളതാണെങ്കിൽ ഈ കുറുക്ക് വഴിയിലൂടെ പോകാതെ ഒരിക്കലും ഇരട്ടിപ്പ് പൈസ കിട്ടൂല. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കണക്ക് ഒരിക്കലും ഒരു പൈസ മുതലാവില്ല. നമുക്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അല്ല, അത് ബിസിനസ്സിൽ പാർട്ണർ ആവുകയാണ് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയാണ്. അല്ല അവൻ അവരുടെ ഭാഗത്ത് ഇത് വിൽക്കാൻ വേണം അവരുടെ. ഇപ്പൊ അവർക്കൊരു ഗുണമാണെങ്കിൽ എന്തായാലും എപ്പോഴായാലും കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താലോ എന്നൊരു അമ്മാവൻ്റെ ഇഷ്ടം. അല്ല, പിന്നെ മാത്രമല്ല എൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവും. ഞാൻ എങ്ങനെ വളരണം നോക്കണം. ഞാൻ വെയ്യാണ്ട കിടന്നാലൊക്കെ നോക്കേണ്ടവർ നിങ്ങളൊക്കെ അല്ലടാ. അപ്പോൾ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്നോടൊരു പ്രത്യേക താല്പര്യമൊക്കെയുള്ള സ്ഥിതിക്ക് ഞാൻ അതങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ ഗ്ലാസ് എടുത്ത് വെക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്നെ എടുത്ത് കഴിയുക. അവനെ ഗ്ലാസ് അവനെ കഴിയാ മതി. കഞ്ഞി മറന്നുമല്ലേ? വെച്ചേക്കാം. ഇന്നത്തേക്ക് മതി. നാളത്തെ പഴക്കഞ്ഞി കുടിക്കാൻ ഞാനില്ല. ക്ലീറ്റസ് ആണ് ഏർപ്പാടാക്കണേ അല്ലേ? അല്ല, അവൻ എന്തെങ്കിലും കൂടായ്പല്ലോ പറഞ്ഞിട്ടുണ്ടാവല്ലേ? ക്ലീറ്റസ് അല്ലേ? സാധാരണ ആർത്ത ഈ കുപ്പിയൊക്കെ മനുഷ്യനാ. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ എടുത്ത് കൊടുക്കാൻ പോണം. ആ സ്വത്ത് കൊടുക്കുക എന്ന് പറയുമ്പോ അപ്പൊ എനക്കെന്താ ഉള്ളത്? എനിക്കെന്തിനാ? നീ വണ്ടി ഇട്. ഇപ്പൊ നീ പുള്ളിന്റെ മോനല്ലേ? എനിക്ക് സ്വത്ത്, എനിക്ക് പിള്ളേരും കൊച്ചൊന്നും ഇല്ലല്ലോ. ഉള്ള അന്തസാരി ജോലിയുണ്ട്, പെൻഷൻ കിട്ടും അവസാനം വരെ. അപ്പൊ പിള്ളേർ ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചത്? അതുകൊണ്ടാകുമ്പോൾ നീ വണ്ടി ഇട്.